ഷാഫി പറമ്പിലിൻ്റെ വലങ്കൈകളായിരുന്ന രാഹുൽ മാങ്ങാണ്ടിയും അതുപോലെ തന്നെ പ്രക്ഷോഭ് എന്ന് പറയുന്ന മറ്റൊരു വലങ്കയും പെൺവിഷയങ്ങളിൽ തന്നെ കുടുങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഷാഫി പറമ്പിലിൻ്റെ വലങ്കൈക്കും ഇടങ്കൈക്കും പെണ്ണെന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒടുക്കവും ഒരു പെൺവിഷയത്തിൽ തന്നെ വന്നു നിന്നത്. ഇപ്പോഴിതാ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിലെത്തുമ്പോൾ ഇതേ ചോദ്യം ഉയർന്നു വരുന്നു. പീഡന കേസിൽ അറസ്റ്റിലായ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ വലങ്കയുമായ പ്രക്ഷോഭിൻ്റെ ചില ഓഡിയോ ക്ലിപ്പുകളിൽ ഷാഫി പറമ്പിലിൻ്റെ പേര് മെൻഷൻ ചെയ്ത് വന്നതിനെ തുടർന്നാണ് ആ ചോദ്യം ചോദിക്കുവാനിടയായത്. ആ ചോദ്യം കേട്ട ഉടനെ ഷാഫി പറമ്പിൽ വിരളി പൂണ്ട് തപ്പിത്തടയുന്ന കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഇത്തരത്തിലുള്ള പീഡകന്മാരുടെയൊക്കെ ഗോഡ് ഫാദർ ഷാഫി പറമ്പിലാണോ എന്നൊരു സംശയം ഉയരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഏറ്റവും പുതുതായിട്ട് ഓഡിയോ പ്രക്ഷോഭിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. കൗൺസിലർ ആയതിനു ശേഷം 2-3 പ്രൊജക്ടുകൾ പറഞ്ഞു. പക്ഷെ തനിക്ക് ഷാഫിയെ പോലെ അഴിമതി നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് താല്പര്യം സ്ത്രീയോടാണ്, ആ ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പറയുന്നതായിട്ടുള്ള ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങക്ക് എന്താ തോന്നുന്നത് എന്നെ പറ്റി? അങ്ങ് പിന്നെ ജനൻ ടിവിയുടെ പ്രക്ഷോഭ് പറയുന്നത് താങ്കളുടെ ചങ്കാണല്ലോ. കാരണം പാലക്കാട്ട് ഏത് താങ്കളുടെ ഫോട്ടോ എടുത്ത് നോക്കിയാലും താങ്കളുടെ വലതുവശത്ത് പ്രക്ഷോഭം ഉണ്ടാവും. അങ്ങക്ക് എന്താ തോന്നുന്നത്? ഞാൻ പിന്നെ അങ്ങക്ക് എന്നെ പരിചയമുണ്ടല്ലോ, എന്താ തോന്നുന്നത്? അത്തരം കാര്യങ്ങളൊന്നും മറുപടി അറിയിക്കുന്നില്ല. പ്രക്ഷോഭാണ് പറയുന്നത്, കാരണം താങ്കളുടെ വലം കൈയായിരുന്നു. പ്രക്ഷോഭം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക, അതിനെതിരെ നടപടികൾ സ്വീകരിക്കുക. ഓഡിയോയിലാണ് പറയുന്നത്, പ്രക്ഷോഭിന്റെ ഓഡിയോയിലാണ്. നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് ഒരു പേര് എന്നെ വലിച്ചു കെട്ടണ്ട. പ്രക്ഷോഭിന്റെ ഓഡിയോ താങ്കളുടെ ഷാഫി ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് അതിന് വെറുതെ. അതായത് പ്രക്ഷോഭ് താങ്കളുടെ അരുമ ശിഷ്യനായിരുന്നു. 100% താങ്കളുടെ അരുമ ശിഷ്യൻ. 100%. അദ്ദേഹം പറയുന്നത് കൂടെ കിടന്നവനെ രാപ്പനി ഉണ്ടാവും അറിയുള്ളൂ എന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രിജ്ഭൂഷൺ ചെയ്തതിന് നരേന്ദ്രമോദിയോട് ചോദിക്കേണ്ടി വരുമല്ലോ. ആ വിഷയത്തെ പറഞ്ഞ് ഇതിനെ വോട്ടടിക്കാനല്ലോ വേണ്ട, ഇതിലുള്ള മറുപടി ഇന്ത്യയുടെ മറുപടി പറഞ്ഞു. മറുപടി പറമ്പിൽ അഴിമതി നടത്താൻ പറഞ്ഞു, പ്രേരിപ്പിച്ചു. അതും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോടാണ് നിരന്തരം പറയുന്നത്. അല്ല, വളരെ കൃത്യമായിട്ട് പിന്നെ ഞാൻ മറുപടി പറഞ്ഞു. പീഡനം നടത്തുമ്പോൾ അതിൽ താങ്കൾക്ക് പ്രശ്നമില്ല. എന്റെ പേര് പറഞ്ഞ് പീഡിപ്പിക്കുക എന്താ ചേട്ടാ? കുറച്ച് അങ്ങനെയാണ്. ആ ഓഡിയോയിൽ താങ്കൾ അവരുടെ ബോസാണ്. ഫ്ലൈറ്റ് യാത്രയ്ക്ക് താങ്കൾ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. എന്റെ പേര് പറഞ്ഞ നാട്ടിൽ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്ന കുട്ടികളല്ല, പെൺകുട്ടികളെ അങ്ങനെ വില കുറച്ച് കാണണ്ട. പക്ഷേ പ്രക്ഷോഭ് താങ്കളുടെ ശിഷ്യനാണല്ലോ, അപ്പൊ അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണല്ലോ, അതൊരു ഫാക്ട് ആണല്ലോ. അത് ഞാൻ ആദ്യം പറഞ്ഞത് ആ കാര്യത്തിൽ അപ്ലിക്കബിൾ ആണോ എന്നും കൂടെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചു. സ്ത്രീകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ തങ്ങളുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്ങാണ്ടിയെ പോലുള്ള പ്രക്ഷോഭിനെ പോലുള്ള ഉഡായിപ്പ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഗോഡ് ഫാദർ ആയിരുന്നു ഷാഫി പറമ്പിൽ. അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്ങാണ്ടിയെയും പ്രക്ഷോഭിനെയും പോലുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പീഡന കേസുകളിൽ ഈ നേതാക്കന്മാർ അറസ്റ്റിലാകുമ്പോൾ ചില സംശയങ്ങൾ ഷാഫി പറമ്പിലിൻ്റെ മുകളിലേക്കും എത്തി നിൽക്കുന്നത്. സംശയങ്ങൾ മാത്രമാണ്, ബാക്കിയുള്ളതൊക്കെ പോലീസ് സംവിധാനങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. എന്നാലും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാകാം ഷാഫി പറമ്പിൽ വിരളി പൂണ്ട് തപ്പിത്തടഞ്ഞ് ഉത്തരങ്ങൾ പറയുന്നുണ്ടാവുക? അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലുണ്ട് ഈ സംഭവ വികാസങ്ങൾ തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ടെന്ന്. എന്തായാലും ശരി, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് രാഹുൽ മാങ്ങാണ്ടിയെ കൈപിടിച്ച് കയറ്റിയത് ഇതേ ഷാഫി പറമ്പിലാണ്. അതുപോലെ തന്നെ പ്രക്ഷോഭ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെയും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതും ഇതേ ഷാഫി പറമ്പിൽ. ചുരുക്കി പറഞ്ഞാൽ ഷാഫി പറമ്പിൽ കൈപിടിച്ചുയർത്തിയ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം സ്ത്രീകളെ വൈകൃതമായി പീഡിപ്പിച്ച കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ചില സംശയങ്ങൾ ഷാഫി പറമ്പിലേക്ക് നീളുന്നതിൽ തെറ്റു പറയുവാൻ സാധിക്കില്ല. എന്തായാലും ശരി, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഷാഫി പറമ്പിലിനോട് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഷാഫി പറമ്പിൽ അരിശം പൂണ്ട് വിരളി പൂണ്ട് ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ, തപ്പിത്തടഞ്ഞ് ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ കേരളത്തിലെ ജനത ഒന്നടങ്കം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്ങാണ്ടിക്കും പ്രക്ഷോഭിനുമൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്.